പൊട്ടിപ്പൊളിഞ്ഞ കൊച്ചിയിലെ റോഡുകൾ ദുരിതമൊഴിയാതെ വാഹനയാത്രക്കാരും. കലൂർ കടവന്ത്ര റോഡിലെ കുഴിയിൽ വീണ വാഹനങ്ങൾ അപകടത്തിലാകുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. അപകടങ്ങളും കൊച്ചിയിൽ പതിവ് സംഭവങ്ങളായി മാറി. ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിഞ്ഞുമാറുമ്പോൾ പരാതി പറയാൻ ഇടങ്ങളില്ലാതാവുകയാണ് കൊച്ചി നിവാസികൾക്ക്. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവിടുന്ന് ഇവിടം വരെ നമുക്ക് ഒഴിയാൻ മൊത്തം എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. മഴ പെയ്താൽ ഫുള്ള് വെള്ളമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന സമയത്ത് ഇത്തരം കുഴികൾ കണ്ടപ്പോൾ അപ്പോൾ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു പയ്യൻ ബൈക്കിൽ വീഴുന്നതാണ് ഞാൻ കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ കലൂർ കടവന്ത്ര റോഡിലെ കുഴിയിൽ വീണ് നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി അപകടത്തിലാകുന്നത്. കഴിഞ്ഞ ദിവസം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഐരാവത് ബസ്സും കുഴിയിൽ വീണ് തകരാറിലായി. കഴിഞ്ഞ 4 മാസമായി കലൂർ കടവന്ത്ര റോഡിലെ ഈ റോഡ് ഇപ്പോൾ ഏറ്റവും പ്രധാനമർഹിക്കുന്ന റോഡാണ്. മോഡൽ റോഡായിട്ട് തിരഞ്ഞെടുത്തതാണ്. ആ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ വളരെ അപകടകരമാണ്. മഴക്കാലം വന്നു, വെള്ളക്കെട്ടോടൊപ്പം കുഴിയും കൂടെ ആയിക്കഴിഞ്ഞാൽ റോഡുകൾ തോടുകളായി മാറുന്ന അവസ്ഥയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ടില്ലെന്നാണ് GCDA അധികൃതരുടെ മറുപടി. നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണെന്ന വിശദീകരണവും മറുവശത്തുണ്ട്. പരാതികൾ ഉയരുമ്പോൾ മെറ്റലും മണ്ണും കൊണ്ട് കുഴി അടച്ച് അധികൃതർ തൽക്കാലം തടിയൂരും. ഒരു ചെറിയ മഴ പെയ്താൽ പോലും കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ ഇതാണ്. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന പദപ്രയോഗം ഇവിടെ അനർത്ഥമാണ്. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.